ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആശാ സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. SBI പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് 2025 വഴി രാജ്യത്താകെ 23,230 വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കാൻ പോവുകയാണ്. മിസ് ചെയ്ത് നിങ്ങളും അതിൽ ഒരാളാകാം. ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം? മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? എത്ര രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി ലഭിക്കുക? എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? അവസാന തീയതി എപ്പോഴാണ്? തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയാം. അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യുക. അതുപോലെ പുതിയ വീഡിയോസ് മിസ് ആകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓണാക്കി വയ്ക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ സ്കോളർഷിപ്പ് ആരംഭിച്ചത്. വിദ്യാർത്ഥികളുടെ പഠന സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ് ഈ സ്കോളർഷിപ്പിന്റെ ലക്ഷ്യം. സ്കോളർഷിപ്പിലൂടെ ലഭിക്കുന്ന തുക എത്രയാണെന്ന് കോഴ്സിനെ ആശ്രയിച്ചിരിക്കും. അത് പ്രതിവർഷം 15,000 രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാകാം. ട്യൂഷൻ ഫീസ്, പുസ്തക ചെലവുകൾ, ഹോസ്റ്റൽ ഫീസ് തുടങ്ങി മുഴുവൻ വിദ്യാഭ്യാസ ചെലവുകളും ഇതിൽ ഉൾപ്പെടും. അതായത് ഒരു സമഗ്രമായ സാമ്പത്തിക സംരക്ഷണമാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. ഇത് പഠനം പൂർത്തിയാകുന്നത് വരെ തുടരും. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലുപരി IIT, IIM, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, പ്രൊഫഷണൽ കോഴ്സിലുള്ളവർക്കും അപേക്ഷിക്കാം. കൂടാതെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്കോളർഷിപ്പ് ലഭിക്കും. പഠിക്കുന്ന സ്ഥാപനങ്ങൾ NIRF ടോപ്പ് 300 ഉൾപ്പെട്ടതോ NAAC A റേറ്റിംഗ് ലഭിച്ചതോ ആയിരിക്കണം. വിദ്യാർത്ഥികൾ മുൻ അധ്യയന വർഷത്തിൽ കുറഞ്ഞത് 75% മാർക്ക് അല്ലെങ്കിൽ 7.0 CGPA നേടിയിരിക്കണം. SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 10% ഇളവുണ്ട്. അതായത് 67.5% മാർക്ക് അല്ലെങ്കിൽ 6.3 CGPA മതിയാകും. പെൺകുട്ടികൾക്ക് 50% സീറ്റുകളിൽ സംവരണമുണ്ട്. അതുപോലെ SC/ST വിഭാഗങ്ങൾക്ക് 25% സീറ്റുകളും സംവരണം ചെയ്തിട്ടുണ്ട്. കുടുംബ വാർഷിക വരുമാനം സ്കൂൾ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 3 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. കോളേജ് PG വിദ്യാർത്ഥികൾക്ക് 6 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. അപേക്ഷ സമർപ്പിക്കാൻ വളരെ എളുപ്പമാണ്. https://www.sbischolarship.co.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അപ്ലൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. അത് എങ്ങനെയാണെന്ന് സ്ക്രീൻഷോട്ട് സഹിതം കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് ആവശ്യമായതെന്ന് നോക്കാം. ആദ്യമായിട്ട് ആവശ്യമുള്ളത് അക്കാദമിക് ഡോക്യുമെന്റ് എന്ന നിലയ്ക്ക് മുൻ വർഷത്തെ മാർക്ക് ഷീറ്റാണ്. രണ്ടാമത്തെ ഐഡന്റിറ്റി പ്രൂഫായിട്ട് അത് ആധാർ കാർഡ് ഉപയോഗിക്കാം. മൂന്നാമത്തെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റുകളാണ്. കറണ്ട് ഇയർ ഫീ റെസിപ്റ്റ്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഓഫ് ദി ആപ്ലിക്കൻറ്റ്. അത് ആപ്ലിക്കൻറ്റിന് ഇല്ലെങ്കിൽ പാരന്റിന്റെ ഉപയോഗിക്കാം. പിന്നെ ഇൻകം പ്രൂഫ്. നാലാമതായിട്ട് അഡ്മിഷൻ പ്രൂഫാണ്. അത് കറണ്ട് ഇയറിലെ അഡ്മിഷൻ ലെറ്റർ ആകാം, ഐഡന്റിറ്റി കാർഡ് ആകാം. അഞ്ചാമത് പേഴ്സണൽ ഡോക്യുമെന്റ് ആയിട്ട് ഫോട്ടോഗ്രാഫ് ഓഫ് ദി ആപ്ലിക്കൻ്റ് ആണ്. ആറാമത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അത് അപ്ലിക്കബിൾ വിഭാഗങ്ങൾക്കാണ്. SC/ST പോലുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓർക്കുക, ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ 15 അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കുക. SBIയുടെ ഈ ആശാ സ്കോളർഷിപ്പ് നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയ്ക്ക് ഒരു വലിയ തുണയായേക്കാം. സ്വപ്നങ്ങൾ പണിയാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇനി എങ്ങനെയാണ് അപേക്ഷാ നടപടികൾ എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ സ്ക്രീനിങ് കാണിക്കാം. അത് കാണുമ്പോൾ തന്നെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും.